എന്തെല്ലാം പരാജയങ്ങൾ ഏറ്റുവാങ്ങിയാലും അതിനെയെല്ലാം കഠിനമായി സഹിച്ച് ഈ പ്രസ്ഥാനത്തിന്റെ കുങ്കുമഹരിത പതാകയെ കയ്യിൽ ഉയർത്തിപ്പിടിച്ച് ഏത് സംഭവങ്ങൾ ഉണ്ടായാലും, അതായത് ഭാരതീയ ജനതാ പാർട്ടിയിൽ ആര് പ്രസിഡന്റ് ആകുന്നു എന്ന് നോക്കാതെ പ്രസ്ഥാനമേൽപ്പിക്കുന്ന ഓരോ ചുമതലകളും കൃത്യമായി ചെയ്തു തീർക്കുന്ന എന്റെ പ്രസ്ഥാനത്തിന്റെ നാരായവേരുകളായിട്ടുള്ള സഹപ്രവർത്തകന്മാരായ സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ, പോലീസ് അധികാരികളെ, എല്ലാവർക്കും ഹൃദയപൂർവ്വം നമസ്കാരം. വളരെ ദീർഘമായിട്ടുള്ള ഒരു പ്രസംഗത്തിന്റെ ആവശ്യകതയില്ല. നമ്മുടെ പ്രിയപ്പെട്ട, ഏറ്റവും പ്രിയപ്പെട്ട ഹോം മിനിസ്റ്റർ, ഈ രാജ്യത്തിന്റെ അഭിമാനം, ഏതാനും സമയത്തിനകം നമ്മുടെ ഈ വേദിയിലേക്ക് കടന്നു വരികയാണ്. അദ്ദേഹത്തെ കാണാൻ നേരത്തെ തിരുവനന്തപുരം സിറ്റി ജില്ലയുടെ അമരക്കാരൻ ശ്രീമാൻ കരമന ജയൻ പറഞ്ഞു, ഇന്ന് ലക്ഷദ്വീപത്തിന്റെ ദിനമാണ്. നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടുമ്പോൾ ആ ദിനത്തിൽ തന്നെ നമുക്കും വളരെ വലിയ സന്തോഷമുണ്ട്. കാരണം 27 ലോക രാജ്യങ്ങളുടെ പരമോന്നത ബഹുമതി നേടി ലോകത്തിന്റെ നെറുകയിൽ ആരാധനായിട്ടുള്ള ശ്രീമാൻ നരേന്ദ്രമോദിജിയുടെ അദ്ദേഹത്തിന്റെ ശബ്ദം, അദ്ദേഹത്തിന്റെ വാക്ക്, അദ്ദേഹത്തിന്റെ പ്രവൃത്തി എല്ലാം കണ്ടുകൊണ്ട് 27 പരമോന്നതമായിട്ടുള്ള ബഹുമതികൾ ഏറ്റുവാങ്ങിക്കൊണ്ട് അദ്ദേഹം ലോകം മുഴുവൻ യാത്ര ചെയ്തത് നമുക്ക് വേണ്ടിയിട്ടാണ്, ഈ ഭാരതത്തിന് വേണ്ടിയിട്ടാണ്. സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാവർക്കും വികസനം എന്നുള്ള പോയിന്റിൽ അടിവരയിട്ടുകൊണ്ട് അദ്ദേഹം യാത്ര ചെയ്തപ്പോ ലോകത്തിന്റെ മുന്നിൽ തന്നെ ഈ ഭാരതത്തിന്റെ കഴിവ്, പ്രാപ്തി, ഇവിടത്തെ അഭിനവ യുവാക്കളുടെയും യുവതികളുടെയും ലോകത്തിന്റെ മുന്നിലുള്ള കഴിവിന്റെ പ്രതിസ്ഫുരണം കാണിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ന് രാജ്യം ലോകത്തിന്റെ നെറുകയിൽ നിൽക്കുന്നത്. ആ ശ്രീമാൻ നരേന്ദ്രമോദി നമുക്ക് സുഹൃത്താണ്, നമുക്ക് വഴികാട്ടിയാണ്, നമുക്ക് രക്ഷകനാണ്. അദ്ദേഹത്തിന്റെ സഹോദരനെ പോലെ കയ്യും മെയ്യും മറന്ന് തന്റെ ശാരീരികമായിട്ടുള്ള ഒരസ്വാസ്ഥ്യം പോലും, അതായത് ഇന്നലെ ഗുജറാത്തിലാണെങ്കിൽ, നാളെ ത്രിപുരയിലാണെങ്കിൽ, മറ്റന്നാൾ ഛത്തീസ്ഗഡിലാണെങ്കിൽ, അതിന്റെ അടുത്ത ദിവസം പഞ്ചാബിലാണെങ്കിൽ, അതിന്റെ അടുത്ത ദിവസം ഡൽഹിയിലാണെങ്കിൽ, ഏത് സ്റ്റേറ്റ് എന്നോ ഏത് സംസ്ഥാന ഘടകമെന്നോ വ്യത്യാസമില്ലാതെ ഈ പ്രസ്ഥാനത്തിനു വേണ്ടി അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുന്ന എന്റെയും നിങ്ങളുടെയും ശ്രീമാൻ നരേന്ദ്രമോദിജിയുടെയും സഹോദരനായിട്ടുള്ള രാമനും ലക്ഷ്മണനും പോലെ ആ ലക്ഷ്മണനാണ് ശ്രീമാൻ അമിത്ഷയാണ് ഏതാനും സമയത്തിനകം ഈ വേദിയിലേക്ക് കടന്നു വരാൻ പോകുന്നത്. അദ്ദേഹം നമുക്കൊരു ദൗത്യം നൽകിയിട്ടുണ്ട്. അദ്ദേഹം നമുക്ക് നൽകിയിട്ടുള്ള ദൗത്യം എന്ന് പറയുന്നത് ഈ പ്രസ്ഥാനത്തെ കേരളത്തിലാകമാനം വളർത്തുക എന്നുള്ളതാണ്. ഈ പ്രസ്ഥാനത്തെ കേരളത്തിലാകമാനം വളർത്തുക എന്നുള്ള ദൗത്യം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉൾപ്പെടെയുള്ള ഓരോ പ്രവർത്തകന്മാരും തയ്യാറായിട്ടുള്ളത്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 20% വോട്ടും വാങ്ങി ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും മുന്നിൽ നാട്ടെല്ലാം നിവർത്തി നിൽക്കാനുള്ള ആർജവം ഈ പാർട്ടിക്കുണ്ടാക്കിയത് നിങ്ങളാണ് എന്ന് പറയാൻ അഭിമാനമുണ്ട്. ഈ കേരളത്തിലെ പൗരാവലിയും നമ്മളോടൊപ്പം ചേർന്നു എന്നുള്ളതാണ്. ഇന്ന് അമിത്ഷാജി ഈ വേദിയിലേക്ക് കടന്നു വരുമ്പോ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ കേരളത്തിന്റെ കടമെന്ന് പറയുന്നത് എത്രയാണെന്നറിയുമോ? UDF 2011 അധികാരത്തിൽ വന്ന സമയത്ത് 78,673 കോടി രൂപ കടബാധ്യതയുള്ള സംസ്ഥാനമായിരുന്നു നമ്മൾ. അവിടെ നിന്ന് 5 കൊല്ലം ഈ ഭരണത്തെ UDF മുന്നോട്ട് കൊണ്ടുപോയി. 1.86 ലക്ഷം കോടി രൂപയുടെ കടബാധ്യത നമുക്ക് സമ്മാനിച്ചുകൊണ്ട് ആ UDFന്റെ ഭരണം അവര് അവസാനിപ്പിച്ചു. അവിടെ നിന്നാണ് പിണറായി വിജയൻ തുടങ്ങിയത്. 1.86 ലക്ഷം കോടിയിൽ നിന്ന് തുടങ്ങി ഇന്ന് 4.22 ലക്ഷം കോടിയിൽ കേരളത്തിന്റെ പൊന്നുതമ്പുരാൻ പിണറായി വിജയന്റെ ഭരണത്തിൽ ഞാനും നിങ്ങളും കടക്കാരായി മാറിയിരിക്കുമ്പോഴാണ്
നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബിന്ദുവെന്ന് പറയുന്ന വീട്ടമ്മയുടെ ദാരുണമായിട്ടുള്ള കൊലപാതകമുണ്ടായത്. അതൊരു സാധാരണ മരണമല്ല, അതൊരു കൊലപാതകമാണ്. കാരണം എനിക്കും നിങ്ങൾക്കും അവകാശപ്പെട്ടത്, കേരളത്തിലെ സാധാരണക്കാരന് അവകാശപ്പെട്ടത്, പാവപ്പെട്ടവന്റെ കുഞ്ഞിന് മരുന്ന് മേടിക്കാൻ വേണ്ടി അവൻ ഒരു അത്യാസന്ന നിലയിലാണെങ്കിൽ അവനെയും മാറത്തടക്കി പിടിച്ചുകൊണ്ട് ഒരമ്മ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോയാൽ വേണമെങ്കിൽ പായും തലയണയും വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വഴിയരികിൽ വിരിച്ചു കിടക്കണമെന്ന് പറയുന്ന കേരളത്തിലെ ആരോഗ്യ മേഖലയ്ക്ക് തീർച്ചയായിട്ടും ഉത്തരം പറയാൻ ബാധ്യതയുണ്ട്. ബിന്ദു എന്ന് പറയുന്ന എന്റെയും നിങ്ങളുടെയും സഹോദരിയുടെ ജീവിതം നഷ്ടപ്പെട്ടത് അത് കൊലപാതകമാണ്. കോൺഗ്രസിന്റെ UDFന്റെ നേതാക്കന്മാർ പലരും പരിതപിച്ചു, അവർ പലരും മുദ്രാവാക്യം വിളിച്ചു, അവർ പലരും സമരം നടത്തി. ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള UDFന്റെ ലീഡർ, കോൺഗ്രസിന്റെ ലീഡർ പറഞ്ഞു, എങ്ങനെ ഇത് സംഭവിച്ചു കോട്ടയത്ത്? അതാണ് ഞങ്ങളും ചോദിക്കുന്നത്. എങ്ങനെയാണിത് കോട്ടയത്ത് സംഭവിച്ചത്? കോട്ടയത്ത് നിന്ന് ദീർഘകാലം കേരളത്തിലൊരു മുഖ്യമന്ത്രി ഉണ്ടായില്ലേ? കോട്ടയത്ത് നിന്ന് എത്രയോ മന്ത്രിമാർ നിങ്ങളുടെ UDF ഗവൺമെന്റിനകത്ത് കോട്ടയത്തു നിന്ന് ദീർഘകാലം അതിപ്രഗത്ഭരെന്ന് നിങ്ങൾ വിശേഷിക്കുന്നവർ മന്ത്രിസ്ഥാനത്തിരുന്നില്ലേ? ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃനിരയിൽ പ്രവർത്തിക്കുന്ന ഇന്നത്തെ വാസവനെ പോലെയുള്ള ആളുകൾ കോട്ടയത്തിന്റെ മണ്ണിൽ നിന്നല്ലേ വളർന്നു വന്നത്? ആ കോട്ടയത്തെ മെഡിക്കൽ കോളേജ് 60 വർഷക്കാലമായിട്ട് ഇടിഞ്ഞു വീഴാൻ നിൽക്കുന്നുവെന്നുള്ളത് അവിടുത്തെ ജനപ്രതിനിധികൾക്ക് കാണാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുഷ്ടി ചുരുട്ടി നിങ്ങൾ മുദ്രാവാക്യം വിളിക്കുമ്പോ ഒരു കാര്യം പറയാൻ കേരളത്തിലെ ജനങ്ങൾ തയ്യാറാണ്. ഇടത്തോട്ടും വലത്തോട്ടുമല്ല, നേർരേഖയിലൂടെ കേരളത്തിലെ ജനങ്ങൾ യാത്ര ചെയ്യും. ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ കേരളത്തിന്റെ മണ്ണിൽ സൃഷ്ടിക്കുമെന്നുള്ള ദൃഢപ്രതിജ്ഞയാണ് ഇന്നത്തെ ഈ യോഗത്തിൽ നമ്മൾ ഓരോരുത്തരും ഹൃദയപൂർവ്വം എടുക്കുന്ന പ്രതിജ്ഞ എന്ന് പറയുന്നത്. നമുക്കറിയാൻ സാധിക്കും, 1.25 ലക്ഷം കോടി രൂപ ബജറ്റിൽ വകയിരുത്തി ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി പിണറായി വിജയൻ ഗവൺമെന്റ്. 1.25 ലക്ഷം കോടി രൂപ പിണറായി വിജയൻ ഗവൺമെന്റ് കഴിഞ്ഞ 9 വർഷം കൊണ്ട് ബജറ്റിൽ വകയിരുത്തിയപ്പോ കേന്ദ്രം എത്ര തന്നെന്നറിയുമോ? 4 കൊല്ലം കൊണ്ട് കേന്ദ്രം 60,000 കോടിയിലധികം ഈ കേരളത്തിന്റെ ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി നൽകി. നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രിക്ക് കണക്കറിയില്ല. നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രി മിസ്റ്റർ ബാലഗോപാലിന്റെ ധാരണ ഒരു കണക്കും വേണ്ട, ഒരു പൂജ്യവും ഇടണ്ട, ഒരു കുത്തും വേണ്ട, കോമയും വേണ്ട, ചോദിക്കുന്നത് മുഴുവൻ ചോദിക്കാത്തതും ചോദിക്കുന്നതും കേരളത്തിലേക്ക് കൊടുക്കുന്ന ശ്രീമാൻ നരേന്ദ്രമോദി ഉണ്ടല്ലോ. ആ നരേന്ദ്രമോദി ഓരോന്നിന്റെയും കണക്ക് പരിശോധിക്കുന്ന മനുഷ്യനാണ്. കാരണം എന്താണെന്നറിയുമോ? ഇത് നാട്ടിലെ ജനങ്ങളുടെ പണമാണ്. ഇതെനിക്കും നിങ്ങൾക്കും അവകാശപ്പെട്ടതാണ്. ഇവിടെ പാവപ്പെട്ട ഒരു വീട്ടമ്മ മരിച്ചു വീണു എന്ന് പറയുമ്പോ ഞാൻ മാധ്യമ സുഹൃത്തുക്കളോട് ഒരപേക്ഷയായിട്ട് പറയുകയാണ്, നിങ്ങൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ യാത്ര ചെയ്യണം. ആ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ MRI സ്കാൻ എത്ര എണ്ണമുണ്ട് മാധ്യമ സുഹൃത്തുക്കൾ പരിശോധിക്കണം. ആവശ്യത്തിന് മനുഷ്യർ ചെല്ലുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മുതൽ കാസർഗോഡിൽ പണി പൂർത്തിയായിട്ടും ഉദ്ഘാടന കർമ്മം നിർവഹിക്കാത്ത ആശുപത്രി വരെയുള്ള പ്രദേശങ്ങളിലെ കണക്കുകൾ നിങ്ങൾ പരിശോധിക്കണം. എന്തുകൊണ്ടാണ് MRI സ്കാൻ പണിമുടക്കുന്നത്? എന്തുകൊണ്ടാണ് പാവപ്പെട്ടവൻ ആശുപത്രിയിൽ ചെല്ലുമ്പോ ലബോറട്ടറി സംവിധാനമില്ലാത്തത്?